യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം താൻ അവസാനിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച കരട് കരാർ കണ്ട യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. കൂടാതെ കരാറിലൂടെ യുക്രൈന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിലാണ് യുക്രൈനെതിരെ റഷ്യ യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം ആരംഭിച്ചിട്ടിപ്പോൾ 3 വർഷം തികയുന്നു. യുദ്ധത്തിൽ യുക്രൈൻ വളരെയേറെ പ്രതിസന്ധി നേരിട്ടു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. റഷ്യയ്ക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും യുക്രൈനേക്കാൾ കുറഞ്ഞ നാശനഷ്ടമാണ് റഷ്യയിലുണ്ടായത്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ യുദ്ധം നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതേസമയം ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടാതെ ട്രംപ് വെടിനിർത്തലിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വെടിനിർത്തൽ സംബന്ധിച്ച് ഇരുവിഭാഗങ്ങളുമായും സംസാരിക്കാൻ ഒരു പ്രത്യേക സംഘത്തെയും ട്രംപ് നിയോഗിച്ചിട്ടുണ്ട്. ആദ്യപടിയായി ട്രംപിന്റെ സംഘത്തിലെ അംഗങ്ങൾ സൗദി അറേബ്യയിലെ റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താനും ചർച്ചകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെങ്കിലും യുഎസ് പ്രതിനിധി സംഘത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, വൈറ്റ് ഹൌസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട്. ഈ ചർച്ചകൾക്ക് യുക്രൈനിൽ നിന്നുള്ള ആരെയും ക്ഷണിച്ചിരുന്നില്ല. ഇത് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു വിവരം പുറത്തുവന്നിരിക്കുന്നത്. യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ശ്രമിക്കുന്നതിന്റെ പശ്ചാത്തലമാണിത്. റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈനിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ഇത് തടയുകയും ജനങ്ങൾക്ക് സമാധാനപരമായ ജീവിതം നൽകുകയും ചെയ്യുക എന്നതിനപ്പുറം ഇതിനു പിന്നിൽ യുഎസിന് മറ്റൊരു മെഗാ പ്ലാൻ കൂടിയുണ്ട്. യുക്രൈന്റെ ധാതുസമ്പത്ത് യുക്രൈന്റെ അനുമതിയോടെ അമേരിക്കയിലേക്ക് കടത്തുക എന്നതാണ് ഇതിനു പിന്നിലെ ഗൂഢമായ ലക്ഷ്യം. 2024 വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് അനുസരിച്ച് യുക്രൈൻ നിരവധി അപൂർവ ധാതുക്കളാൽ സമ്പന്നമാണ്. ബെറിലിയം, മാംഗനീസ്, ഗാലിയം, യുറേനിയം, സിർക്കോണിയം, ഗ്രാഫൈറ്റ്, ഫ്ലൂറൈറ്റ്, നിക്കൽ പരലുകൾ, ലിഥിയം, ടൈറ്റാനിയം എന്നിവയുടെ സമൃദ്ധമായ നിക്ഷേപം യുക്രൈനിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം എന്നിവയുൾപ്പെടെയുള്ള മേഖലകൾക്ക് ആവശ്യമായ ധാതുക്കളാണ് ഇവയെല്ലാം. ഈ ധാതുക്കൾ യുക്രൈനിൽ നിന്നും പിടിച്ചെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. അതായത് ട്രംപ് തുടക്കം മുതൽ തന്നെ യുക്രൈനുമായും റഷ്യയുമായും വിയോജിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യുക്രൈനിനായി വലിയൊരു തുക തന്നെ അമേരിക്ക ചെലവഴിക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്നു. ഇതിനു പുറമെ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് യുക്രൈനിന് നമ്മൾ നൽകിയതെല്ലാം തിരികെ ലഭിക്കണമെന്നും വ്യക്തമാക്കി. അവരുടെ കൈവശമുള്ള അപൂർവ ധാതുക്കൾ അമേരിക്ക സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യുക്രൈനിൽ നിന്ന് 43.33 ലക്ഷം കോടി രൂപയുടെ ധാതുക്കൾ അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള യുഎസ് സർക്കാർ ഇതിനായി ഒരു കരാർ തയ്യാറാക്കി. കരാർ ഒപ്പിടാൻ ശ്രമിക്കുന്നതിനായി മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. കരാർ കണ്ടപ്പോൾ തന്നെ വ്ളാഡിമിർ സെലൻസ്കി ഒരു നിമിഷം സ്തബ്ധനായി. ഇതിനുള്ള പ്രധാന കാരണം കരാറിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളാണ്. അതായത് കഴിഞ്ഞ 3 വർഷമായി റഷ്യയുമായി പോരാടാൻ യുഎസ് യുക്രൈനെ സഹായിക്കുന്നു എന്നാണ്. ഇതിനായി ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അമേരിക്ക ചെലവഴിച്ചത്. യുക്രൈന്റെ 50% ധാതുക്കൾ പകരമായി അമേരിക്കയ്ക്ക് എടുക്കാൻ അനുവദിക്കണമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് കണ്ട് വ്ളാഡിമിർ സെലൻസ്കി അമ്പരന്നുകൊണ്ട് കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു.